ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിനെതിരെ ജി സുധാകരൻ നടത്തിയ കമന്റ് അത് വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നിലനിൽക്കുന്നത് തന്നെ സത്യത്തിൽ ഈ പൊതിച്ചോറ് പോലുള്ള സംഭവങ്ങളിലൂടെയാണ് എന്നുള്ള കമന്റുകളുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ പൊതിച്ചോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം ഇത്ര പ്രശ്നമാക്കേണ്ട ആവശ്യം നിലവിൽ ജി സുധാകരനുണ്ടോ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ഇത് ആളുകളൊക്കെ ഇതിനെ കാണുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വിഷയം, പൊതിച്ചോറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇതല്ല ആ വിഷയം. ആ വിഷയത്തിന് വലിയ ദൂരവ്യാപകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താ? അതാണ് യഥാർത്ഥത്തിൽ. ഞാനിത് ശരിക്കും പറഞ്ഞ ഇപ്പൊ പല മാധ്യമങ്ങളിലൊക്കെയുള്ള ചർച്ച കേട്ടപ്പോൾ ഞാൻ അമ്പരന്നുപോയി. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വരുന്ന ആളുകൾക്ക് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത് 40,000-ഓളം വരുന്ന ഭക്ഷണ പൊതികൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ശരിയുമാണ്. അത്തരത്തിൽ നിരവധി പേർക്ക് അവർ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ജി സുധാകരൻ പറയുന്നത് വളരെ വിശാലമായ അർത്ഥത്തിൽ ശരിയാണ്. ആദ്യം അദ്ദേഹം അതാണ് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് തരേണ്ടതല്ല, ഗവൺമെന്റ് കൊടുക്കാനാണ് പറഞ്ഞത്. ഗവൺമെന്റ് കൊടുത്താൽ മതി, പ്രശ്നമില്ല. കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ഒരു ബുഫേ അറേഞ്ച് ചെയ്തിട്ട് അത് കൊടുക്കാം. പിന്നെ ആരും ഇത് മേടിക്കാൻ വേണ്ടി വരില്ലല്ലോ. ഗവൺമെന്റ് നല്ല ചിക്കനും മീനും ബീഫും മറ്റേ താറാവ് റോസ്റ്റും ഒക്കെ കൂട്ടി ഫുഡ് കൊടുക്കണമെങ്കിൽ പിന്നെ പൊതിച്ചോറ് മേടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമോ? വരൂല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഒഴിവാകുന്ന ഒരു കാലം വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ ഗവൺമെന്റിനോട് പറ, നിങ്ങൾ ഇത്തരം പരിപാടികൾ നടത്താൻ പറ. യഥാർത്ഥത്തിൽ എത്ര അന്തസ്സുണ്ടായിരുന്നു അത്തരം കാര്യം ഈ മറ്റേ പ്രിയദർശിനി ബസ്സിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഇതെല്ലാ ഹോസ്പിറ്റലുകളും കൊടുത്തിരുന്നെങ്കിൽ എത്ര വലിയ സൗകര്യമായിരുന്നു. സർ, ഈ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു നന്മ കൂടിയുണ്ട്. കാരണം പലപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വരുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. നമുക്ക് അതിനെ ഒരു ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഗവൺമെന്റ് കൊടുക്കണം. ഇപ്പൊ ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിലും നോർമൽ ഒരു പൊതിച്ചോറ്, ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ വിഷയമല്ലേ? പ്രേത പറഞ്ഞത് കറക്റ്റ് ആണ്. അതിലൊരു വലിയ നന്മയുടെ എലമെന്റ് ഉണ്ട്. ആ എലമെന്റിൽ എന്താ ഉള്ളത്? ഒരു വീട്ടിലുണ്ടാക്കുന്ന പൊതിച്ചോറ് അവരും സ്നേഹത്തോടുകൂടി കൊടുക്കുകയാണ്. അതായത് നമ്മളൊരു കേരളത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു സങ്കല്പം ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഓരോ വീട്ടമ്മയും അവരുടെ വീടുകളിൽ നിന്ന് സ്വന്തം മക്കൾക്കും ഭർത്താവിനും ഒക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഒരു പൊതി പൊതിഞ്ഞ് ഇതുപോലെ ഡിവൈഎഫ്ഐക്ക് കൊടുക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അത് പിന്നെ നിസ്വാർത്ഥരായിട്ടുള്ള സേവന മനസ്ഥിതിയുള്ള ആളുകൾ അത് വീടുകളിൽ നിന്ന് മേടിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അപ്പൊ പൊതി കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ ഉണ്ടാവുന്നു. ആ ക്യൂവിൽ പൊതിച്ചോറുകൾ അപ്പം തന്നെ കൊടുത്തു വിട്ടതിന് ശേഷം അത് തീരാറായി എന്ന് പറയും, പുതിയത് വരുന്നു. ഇതെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് താങ്കൾക്കറിയോ? സംഭവിക്കുന്നത് ഒന്ന്, മെഡിക്കൽ കോളേജുകളിൽ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. ചികിത്സയ്ക്കടക്കം മരുന്നുകളും ഏറെക്കുറെ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം അവിടെ വരുന്ന പാവപ്പെട്ട ആളുകൾ, പെട്ടെന്നൊക്കെ അസുഖമായിട്ട് വയ്യാതായിട്ട് ഒരിക്കലും വരണേ, അവർ സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ ഒരു ദിവസത്തേക്ക് മിക്കവാറും പോയില്ലെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അത് അന്ന് വരുമാനം കിട്ടില്ല. അപ്പോൾ ഒരാഴ്ചയൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ പൊതിച്ചോറ് മേടിക്കുന്നതിനൊരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ രജിസ്റ്റർ ഇല്ല, രേഖകളില്ല, ഒന്നുമില്ല. ആർക്കെങ്കിലും കൊടുത്തുവിടുകയാണ്. അപ്പൊ അത് ആർക്കാണ് ഇത് തകർക്കണം എന്നുള്ള ആഗ്രഹം എന്നറിയോ? അതാണ് ഇതിന്റെ പിന്നിൽ ആരും പറയാത്തൊരു കാര്യം. ആ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ലോബികൾക്കാണ്. അതാ ഇതിന് പിന്നിലുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ ചെല്ലുന്നു, അവിടെ നിങ്ങൾക്ക് കൃത്യമായി മരുന്നും അതുപോലെ ചികിത്സയും ഫ്രീ കിട്ടുന്നു. കൂടാതെ ഇതുപോലെ ബൈസ്റ്റാൻഡർ അടക്കമുള്ള ആളുകൾക്ക് ഉച്ചക്ക് ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്പിറ്റലുകളുടെ മെറിറ്റ് ഒന്നുകൂടി ഉയരണേണ്. മനസ്സിലായേ? അതിലെ ആദ്യത്തെ പടി കട്ടിയലാണ് പൊതിച്ചോറ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത്. അതിന്റെ പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ പോയാൽ ഇത്തരത്തിൽ ഭക്ഷണം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യൂല, കിട്ടൂല. ഇപ്പൊ പറയുന്ന കാര്യം എന്താ, ബാനർ അതിന്റെ അകത്തിട്ട് പാചകം ചെയ്യുന്നു എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ പറയുന്നത് എന്താ, അതിനകത്തിട്ട് പാചകം ചെയ്താൽ എന്താ കുഴപ്പം? അവിടെയുള്ള ആളുകൾക്ക് ഫുഡ് കൊടുക്കാൻ അതിനകത്തിട്ട് പാചകം ചെയ്താൽ എന്താ കുഴപ്പമുള്ളത്? വണ്ടാനം മെഡിക്കൽ കോളേജിനകത്ത് ഒരു ചെറിയ സ്ഥലം ഇവർക്ക് കൊടുത്ത് അതിനകത്തിട്ട് പാചകം ചെയ്താൽ എന്താ കുഴപ്പം? അപ്പൊ അടുത്തത് ഇവർ പറയുന്നത് ബാനർ വെക്കുന്നു എന്നാണ്. ആ ബാനർ വെക്കുമ്പോൾ എന്താ പ്രശ്നമുള്ളത്? ആ ബാനർ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്നു, വേണ്ട നാളെ KSUക്കാരോ മറ്റേ യൂത്ത് കോൺഗ്രസ്സുകാരോ ഒന്നും ചെയ്യട്ടേന്നേ. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ചോറ് കുറെ കൂടി നല്ലതാവും, നിങ്ങൾ ആളുകളൊന്ന് മേടിക്കാൻ എന്ത് ചെയ്യട്ടെ? നല്ല കാര്യമല്ലേ പ്രീത? അത് ചെയ്യട്ടെ. അത്തരത്തിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതിന് പകരം ആദ്യം ഇവരൊരു വലിയ ആശയം പറഞ്ഞു. എന്ത്? അത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ശരിയാണ്, ഗവൺമെന്റ് ചെയ്യുമെങ്കിൽ എന്തില്ല, വേറെ നാട്ടിലുള്ള ആളുകളുടെ അടുത്ത് ആരെങ്കിലും കൈ നീട്ടോ?
ഇല്ല. അപ്പൊ ഗവൺമെന്റ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഒരു വെൽഫെയർ സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യട്ടെ, അവർക്ക് ബുഫേ കൊടുക്കട്ടെ. ഈ സാധാരണ ആളുകൾ കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് ഗവൺമെന്റ് കൊടുക്കട്ടെ. നമുക്ക് വിരോധമില്ല. ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞെന്താ, അങ്ങനെ പൊതിച്ചോറ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഈ പൊതിച്ചോറിനെതിരെയുള്ള പ്രശ്നം തുടങ്ങിയത് എന്നൊന്നുമില്ല. പൊതിച്ചോറിന്റെ പിന്നിൽ പല അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് വരെ ഒരു MLA ആലോപിച്ചു. ആ MLA, പാലക്കാട് നിന്നുള്ള MLA ഇപ്പൊ എവിടെയാണ്, എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം. പുള്ളി എത്ര ഗംഭീരനായ മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അത് പോട്ടെ. ഇനി അടുത്തത് ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഇത് വന്നിരിക്കുന്നു. ഇത് വന്നപ്പോ എന്താ, മെഡിക്കൽ കോളേജിൽ ബാനർ കെട്ടാൻ പറ്റില്ല. ഞങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളത് അവരെന്ത് ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ അവരെ നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് അത് ബാനർ ചുട്ടിക്കൂട്ടി കളഞ്ഞ് നിങ്ങൾ ആരാണെന്ന് അറിയാതെ രഹസ്യമായിട്ട് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം. ഞാനൊരു കാര്യം താങ്കളോട് പറയാം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പ്രഖ്യാപിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ് ഓർമ്മയുണ്ട്? ആ പദ്ധതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ 85 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും 25 ലക്ഷം രൂപ, അതായത് ഓരോ വീട്ടിലെ ഓരോരുത്തർക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പാക്കുമെന്നാണ്. അങ്ങനെ ഇൻഷുറൻസ് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിലും താലൂക്ക് ഹോസ്പിറ്റലിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ആളുണ്ടാവുക. എന്താ കുഴപ്പമുള്ളത്? അങ്ങനെ നടപ്പാക്കിയ പിന്നെ 25 ലക്ഷം രൂപ എനിക്ക് അസുഖം വന്നാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ലേ, AC ഉള്ള ഹോസ്പിറ്റലിൽ പോയി കിടക്കില്ലേ? ഇല്ലേ? അവിടെ നിന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യില്ലേ, എനിക്ക് ബൈസ്റ്റാൻഡർക്ക് 1500 രൂപ ഇങ്ങോട്ട് തരും ഇൻഷുറൻസ് കമ്പനിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ലേ, അവിടെ പോയി കിടക്കില്ലേ? അപ്പൊ അങ്ങനെ അതിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ആ കാര്യത്തിന്റെ ആദ്യപടിയായിട്ട് എന്ത് ചെയ്യണം, ഗവൺമെന്റിൽ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സയുടെ സൗജന്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, DYFIനെ വെക്കിട്ട് കയറിയിട്ട് ആ പരിപാടി അവിടെ നിർത്തിക്കണം. അപ്പൊ എന്താണ് ആദ്യത്തെ പരിപാടി വിജയിച്ചു. അത് ഇവിടെ വന്നാൽ ഇപ്പൊ ചികിത്സ ഫ്രീ കിട്ടും, പക്ഷെ ഫുഡിന് നിങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരും. മനസ്സിലായ? അത് ആദ്യത്തെ പടി. അങ്ങനെ ആദ്യത്തെ പടി. ഇനി രണ്ടാമത്തെ പടിയും മൂന്നാമത്തെ പടിയും എന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. ചികിത്സ കിട്ടാതാവുക, കൃത്യമായിട്ട് മരുന്ന് കിട്ടാതാവുക, ഡോക്ടർമാർ ഉഴപ്പുക, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക. ചികിത്സക്ക് വരുന്ന ആളുകളെ കഴിഞ്ഞവണ ഗേറ്റിന്റെ അവിടെ തടഞ്ഞു നിർത്തി നെഞ്ചുവാനായിട്ട് വന്ന ഒരാളെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പറഞ്ഞ നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും ഒരു വിരോധമില്ല. അയാള് ഈ വാച്ച്മാൻ ഇനി കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റ് നിയമിച്ചാണെന്ന് പറയുമായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇത് ശക്തിപ്പെടുത്താനുള്ള ഒരു പദ്ധതി ഇവർക്കുള്ളതായിട്ട് നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഈ 30,000 40,000 കോടി രൂപ മുടക്കി ഒരു ഇൻഷുറൻസ് എടുപ്പിക്കുന്ന പദ്ധതി തുടങ്ങുന്നതിന് പകരം ആ 12,000 13,000 കോടിയാണ് ഇവിടെ മെഡിക്കൽ രംഗത്ത് ചെലവഴിക്കുന്നത്. അത് 12,000 13,000 കോടി രൂപക്ക് ഞാനിപ്പോ താങ്കളുടെ അടുത്ത് പറയുന്നു, ഒരു 5,000 കോടി കൂടി, ഒരു 7,000 കോടി കൂടി, ഒരു 20,000 കോടി രൂപ പ്രതിവർഷം ചെലവഴിക്കാൻ പറ്റിയെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെയുള്ള പല ഹോസ്പിറ്റലുകളും അടച്ചുപൂട്ടി പോകും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഇവിടെ ഈ ലോകത്ത് മറ്റു പല സ്ഥലങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ പണ്ട് മറ്റേ മേഴ്സൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനകത്ത് ചില ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് 8% GST മേടിക്കുന്ന മറ്റേ സിംഗപ്പൂരിലോ ഏതോ ഒരു രാജ്യത്ത് അവിടെ ചികിത്സ മുഴുവൻ ഫ്രീ ആണ്. പക്ഷെ 28% മേടിക്കുന്ന നമ്മുടെ ഇവിടെ ചികിത്സ ഫ്രീ അല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ അങ്ങനെ ചികിത്സ ഫ്രീ ആയി കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം എന്താ, ഈ ശരിക്കും പറഞ്ഞ ഒരു 5,000 കോടി രൂപ കൂടി, ഞാനിപ്പോൾ താങ്കളുടെ ഉത്തരവാദിത്തത്തോട് പറഞ്ഞു, ഒരു 7,000 കോടി രൂപ മുടക്കി ഒരു കൊല്ലം ഒരു 10,000 20,000 കോടി രൂപ മുടക്കാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജനറൽ ഹോസ്പിറ്റലുകൾ, നമ്മുടെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജുകൾ ഇത് അതിഗംഭീരമായി നടക്കും. അങ്ങനെ ഗംഭീരമായി നടന്നാൽ ഇവിടെയുള്ള ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ഇപ്പൊ തന്നെ ഇവിടെ ഏതാണ്ട് 7,000 കോടി രൂപ ഔദ്യോഗികമായി അല്ലാതെ ചില ബാക്ക് റൂട്ടുകളിലൂടെ ഒരു 3,500 കോടി രൂപയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ ഇവർ വിലക്ക് മേടിച്ചിട്ടുണ്ട്. ആ ഹോസ്പിറ്റലുകളുടെ നിലനിൽപ്പില്ലാതാവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ചെറുകിട മറ്റേ ക്ലിനിക്കുകൾ ബാക്കിയുള്ളവരൊക്കെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്താണെന്നറിയാമോ, പിണറായി ഗവൺമെന്റ് കാലത്ത് കുടുംബാരോഗ്യ ക്ലിനിക്കുകളായിട്ട് പ്രാഥമിക ഹെൽത്ത് സെന്ററുകളെ ഉയർത്തിയതുകൊണ്ട് നേരത്തെ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ, അത് വൈകുന്നേരം വരെയാക്കി. മരുന്നുകൾ നടത്തി, ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതെല്ലാം തന്നെ ഇവിടെയുള്ള വലിയ കോർപ്പറേറ്റ് ബിസിനസ് ലോകത്തിന് വലിയ പ്രശ്നമാണ്. അതിനിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണ് നിങ്ങൾ അറിയേണ്ടത് ഈ 40,000 പേർക്കുള്ള ഊണ് കൊടുക്കുന്നത്. കാരണം സത്യമായിട്ട് എന്താ കാര്യം എന്നറിയോ, രാവിലെ ഒരുത്തൻ കഴിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോ, കഴിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോ, ഒരു 12 മണിയാകുമ്പോൾ അവനൊരു പൊതിച്ചോറ് കിട്ടണേ, അവനത് 3 പേരുണ്ട് ഇട്ടാന്ന് പറഞ്ഞ് 3 മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് വെച്ചു. 2 പേരേ ഉള്ളൂ എന്ന് വിചാരിച്ചു, 2 പേരേ ഉള്ളൂ. ആ 3 മേടിച്ച് കൊണ്ടുപോയതിന് ശേഷം അവരെന്ത് ചെയ്തു, ഒരു പൊതിച്ചോറ് എത്തിയിരുന്നു. അപ്പൊ ഒരു 12 കഴിക്കുന്നു. പിന്നെ ആ പൊതിച്ചോറ് ഇരുന്നാലും പ്രജിതക്ക് അറിയാലോ അത് കേടാവൂല്ലോ, ഒരു 4-5 മണിക്ക് വേണമെങ്കിൽ അതൊന്നുകൂടി
പകുതി കഴിക്കാം, അല്ലെങ്കിൽ പകുതി കഴിച്ചിട്ട് കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം പിന്നെ ഒരു ദിവസത്തേക്ക് അവൻ എന്ത് ചെയ്യണ്ട, കാശ് മുടക്കണ്ട, ചികിത്സ കിട്ടുകയാണ്. അവിടെ തന്നെ നിന്നാ മതി, അല്ലലൊന്നുമില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളല്ല, അതിപ്പോ എന്താണെങ്കിലും അത്യാവശ്യം നടന്നു പോകാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് നടന്നു പോവാണ്. ആ നടന്നു പോകുന്നതിനെ യഥാർത്ഥത്തിൽ അതുകൂടി കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. 1000-1700 വരുന്ന ക്ലിനിക്കുകൾ പൂട്ടിപ്പോയിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട്. ഞാൻ പറഞ്ഞ ഇതൊരു റഫ്ലി കാൽക്കുലേറ്റഡ് ആണ്. യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ കൂടുതൽ വരും. കാരണം എന്താ, അവർക്കൊന്നും രോഗികളില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു എറണാകുളത്ത് വൈറ്റിലയിൽ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ക്ലിനിക്ക്, അദ്ദേഹത്തിന് MBBS മാത്രമേ ഉള്ളൂ, പക്ഷെ വലിയ പ്രാക്ടീസ് ഉണ്ടായിരുന്ന ഒരാളാണ്. ആ പ്രാക്ടീസ് ഉണ്ടായിരുന്ന ആളുടെ ക്ലിനിക്കിൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. പ്രജിത അറിയേണ്ടത്, ഇപ്പൊ അവിടെ അസുഖത്തിന് വേണ്ടി ചികിത്സിക്കാൻ വരുന്നവർ ബംഗാളികളും അതുപോലെ ബാക്കിയുള്ള ആളുകളും മാത്രമാണ്. നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് ചികിത്സിക്കാൻ വരുന്നത്. കാരണം എന്താ, എനിക്കറിയാം, ഞാൻ വണ്ടി ഓടിച്ചു പോരുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ അവിടെ തന്നെ 2 കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് മറ്റേ ആയുർവേദ ക്ലിനിക്കുണ്ട്, രണ്ടാമത്തേത് ഇതുപോലെ ക്ലിനിക്കുണ്ട്, കുടുംബാരോഗ്യ ക്ലിനിക്കുണ്ട്. അവിടെയൊക്കെ കാറും വണ്ടികളും ഇട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാലമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി അത് എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ജി സുധാകരന്റെ ധാർഷ്ട്യമോ അല്ലെങ്കിൽ DYFIക്കെതിരെയുള്ള ഒരു പോരാട്ടമൊന്നുമല്ല. ജി സുധാകരൻ അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കാം. 2 കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, രാഷ്ട്രീയമായിട്ട് ഇവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് അതിനുള്ള കരുത്തില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ഒരു പടിയായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ലളിതമായിട്ട് ചോറ് കൊടുക്കുന്നു, അപ്പൊ അതിനെതിരെ പറയുന്നു എന്തൊരു വൃത്തികേടാണ് എന്ന് പറഞ്ഞ് ഇതൊന്നും അറിയാത്തവരല്ലാര് UDFകാർ. ഇതിനറിയാത്ത ഈ ജി സുധാകരൻ അങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഒരു തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞു. എന്തിനാണ് കെ മുരളീധരൻ അത് തന്നെ പറയുന്നത്? അപ്പൊ ഇത് ദേ വേർ എയിമിങ് അറ്റ് ഇറ്റ്, ഇതിന് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഇത്ര വാശി അവർ പിടിക്കില്ല. കാരണം എന്താ, രാഷ്ട്രീയമായിട്ട് മാത്രം ഇത്ര വാശി പിടിച്ചാൽ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ മുതൽ അവരെ പഴിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. പക്ഷേ പ്രജിതയൊക്കെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആളുകൾ പഴിച്ചാലും കുഴപ്പമില്ല, അതിനേക്കാൾ കൂടുതൽ മെച്ചം നമുക്ക് ഉണ്ടാവുമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളിപ്പോ ചിന്തിച്ചു നോക്കിയുണ്ട്, എന്തിനാണ് VD സതീശൻ ഗവൺമെന്റ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയുണ്ട. അദാനിക്ക് വേണ്ടിയൊക്കെ എന്തിനാണ് തീരുമാനം എടുക്കുന്നതെന്ന് വെച്ചാൽ ജനത്തിന് ഇത് മനസ്സിലാവില്ല. ജനത്തിന് ദേഷ്യം പറ്റില്ലെന്ന് വെച്ചാൽ, ജനത്തിന് ദേഷ്യം വന്നാലും അതിനേക്കാളും ഗുണം പ്രജിതയും ഇപ്പൊ ഇവിടേക്കുള്ള ആളുകളും ബാക്കി ക്യാമറമാനും ഒക്കെ എന്നെ ചീത്ത പറഞ്ഞാലും എനിക്ക് അതിനേക്കാൾ ഗുണമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അല്ലാതെ ഇതത്ര നിഷ്കളങ്കമായി പൊതിച്ചോറിനെതിരെയുള്ള ഒരു കാര്യമായിട്ട് കാണേണ്ടതല്ല. ഞാനിപ്പോ പ്രജിതയോട് പറയുന്നു, ഇത് ഫസ്റ്റ് ഘട്ടമാണ്. ഇനി 2ാമത്തെ ഘട്ടം വരും, 3ാമത്തെ ഘട്ടം വരും. അതിൽ ഇവര് ഇതിനെതിരെ ചെയ്യാവുന്ന എല്ലാ പണികളും ചെയ്യും. അകത്തിട്ട് പാചകം ചെയ്യാൻ പാടില്ലെന്ന് പറയും. പിന്നെ ഇവരെ DYFIക്കാർ എന്ത് ചെയ്യും? 10 സെന്റ് സ്ഥലം മേടിച്ച് അവരിട്ട് പാചകം ചെയ്യും. ഞാൻ പറയണത്, DYFIക്കാർ ഇനി കുറച്ച് പേര് ചിലപ്പോൾ അരിയും പലർക്കും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആളുകൾ എവിടെയെങ്കിലും പാചകം ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചെയ്യുക. പിന്നെ അവരൊരു ബാനർ കിട്ടിയിട്ടോ അല്ലെങ്കിൽ അവര് ആളുകളാണെന്ന് പറഞ്ഞോ ഈ സാധനം കൊടുത്താൽ എന്താ കുഴപ്പമുള്ളത്? ഭക്ഷണമല്ല കൊടുക്കുന്നത്. അതിന് ഇന്ന് വരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാവണോട്ടെ. ഈ നാട്ടില് കാശ് കൊടുത്ത് കഴിക്കാൻ പോകുന്ന അൽറീമൊക്കെ അടച്ചു പൂട്ടി. അപ്പൊ പോലും ഇന്നേ വരെ ഒരു പൊതിച്ചോറിന്ന് ഒരാൾക്ക് പോലും വന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഇവര് തടയുന്നത്? പിന്നിലുള്ള ഉദ്ദേശം വളരെ വലുതാണ്. അതിനെ ചെറുതായിട്ടൊക്കെ കണ്ടതുകൊണ്ട് യാതൊരു കാര്യമില്ല. വലുതായ കാര്യം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ലാതെ ഇത് ഇനി ഒരു ഘട്ടം മാത്രമാണ്. ഇനി 2ാമത്തെ വരാനിരിക്കുകയാണ്, 3ാമത്തെ വരാനിരിക്കുകയാണ്.